ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ, ജീവിതത്തിൽ വലിയ തകർച്ചകളും വീഴ്ചകളും വരുമ്പോഴാണ് യഥാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്നത് ആരൊക്കെയാണെന്നും യഥാർത്ഥമായി നമ്മോട് കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്നും മനസ്സിലാകാൻ പറ്റുന്ന ഒരു വലിയൊരു അവസ്ഥയാണ് ജീവിതത്തിൽ നാം തകർന്ന് വീണ് ഉടഞ്ഞു പോകുമ്പോൾ. എല്ലാം തകർന്നു വീണു എന്നതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു വലിയ ഒരു തോൽവിയായിരിക്കാം. എല്ലാം തകർന്നു പോകും. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി വരുന്ന ഒരു ശൂന്യതയായിരിക്കാം. ഒന്നും പിന്നെ കാണാൻ കഴിയില്ല, ചുറ്റിലെല്ലാം ശൂന്യതയായി മാറുന്ന അവസ്ഥ. 3, അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ജോലിയിൽ നിന്നുള്ള പിരിച്ചുവിടൽ. സ്വപ്നം കണ്ട് പ്രതീക്ഷകളോടെ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു, കുടുംബജീവിതമുണ്ടായി, എല്ലാം സെറ്റിലായി. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു തോൽവി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. അതോടുകൂടെ നമ്മെ സ്നേഹിച്ച ഭാര്യ നിന്നൊരു കഴിവുമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ, സമ്പത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ നാം അവിടെ തകർന്നു വീഴുകയാണ്. സൗന്ദര്യമുള്ള ശരീരം, ആരോഗ്യമുള്ള ശരീരം വേഗത്തിൽ അത് അനാരോഗ്യമായി മാറി. നമ്മെ സ്നേഹിച്ച ഭർത്താവ് വേഗത്തിൽ നമ്മെ വെറുത്ത് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയും വീഴ്ചയുമാണ്. സകല മനുഷ്യർക്കും ഒരു ചോദ്യം വരും, ഇത് ദൈവം അനുവദിച്ചിട്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച വന്നത് എന്ന്. പക്ഷെ വിശുദ്ധ വേദ പുസ്തകം പറയുന്നു, 1 കൊരിന്ത്യർക്ക് ലേഖനം 10 അധ്യായം അതിൻ്റെ 13 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഹാർഡ് സീസൺസ് ആർ നോട്ട് ചേഞ്ചിങ് പീപ്പിൾ, ബട്ട് ഹാർഡ് സീസൺസ് ആർ റിവീലിംഗ് ദ റിയൽ ക്യാരക്ടർ ഓഫ് ദ പീപ്പിൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടകാലം വരുമ്പോഴാണ് നമുക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ നമ്മെ സ്നേഹിച്ചോ, അവർ നമ്മെ കരുതിയോ, അവർ നമ്മോട് കൂടെ നിൽക്കുന്നത് ആത്മാർത്ഥതയോടെയാണോ എന്ന് ഒരു കഷ്ടകാലം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന വരുമ്പോൾ നമ്മൾ നിരാശപ്പെടരുത്. അത് ടെസ്റ്റിംഗ് ഫ്രം ദ ഗാഡ്.